പക്ഷെ എന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടു. ഈ 17 ദിവസം ഞാൻ ജയിലിലായിട്ടു. DCC നേതൃത്വത്തിൽ നിന്ന് ഒരാളും എന്നെ കാണാനോ എൻ്റെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എന്നെ ജയിലിൽ സന്ദർശിക്കുകയോ എന്നെ ആശ്വസിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാക്കിയിട്ടില്ല. വിവിധ കാരണങ്ങൾ പറഞ്ഞ്, വ്യക്തമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഇവരുടെ തന്നിഷ്ടപ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തത്. അപ്പം ഇതില് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുടെ പേര് ഞങ്ങൾ പോലീസിനും കൊടുത്തിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി 10 മണിക്ക് എന്നെ KPCC പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വിളിച്ചിരുന്നു. അതേപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരുടെയും പേരെടുത്ത് പറയണ്ട, 7 ദിവസം കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് 7 ദിവസം കൊണ്ട് ഞാൻ ഇതിനെല്ലാം നടപടിയാക്കി തരാം. മുള്ളംകൊല്ലിക്ക് പുതിയ വാർഡ് പ്രസിഡന്റിനെയും തരാം, അല്ല മുള്ളംകൊല്ലിക്ക് മണ്ഡലം പ്രസിഡന്റിനെ ആക്കി തരാം. അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറഞ്ഞ് വെറുപ്പ് സമ്പാദിക്കേണ്ട എന്ന് പുള്ളിയുടെ ഒരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അനുസരണയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ മറ്റാരുടെയും പേര് ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം ഈ 6 പേരുടെ പേര് ഞങ്ങൾ ഓൾറെഡി KPCCക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാർട്ടി തല അന്വേഷണത്തില് അവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി എടുക്കട്ടെ. പോലീസിന് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. നമ്മൾ എങ്ങനെ അന്വേഷിച്ചാലും കിട്ടില്ല.